ഹലോ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദാബ സ്റ്റൈൽ പനീർ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് പനീറാണ്. ഇത് ഏകദേശം ഒരു 200 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുത്. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കാതെ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്പൂൺ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം തന്നെ. ഇനി നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പനീർ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രൈ ചെയ്യുന്ന സ്റ്റെപ്പ് മാറ്റാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മസാല ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ദാബ സ്റ്റൈലിലാവുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്താണ് നല്ല സോഫ്റ്റായി വരുന്നത് പനീർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പനീർ 2 ഭാഗവും കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ പാനിനെടുത്തിട്ടുണ്ട്. ഇനി സെയിം ഓയിലിലോട്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ 150 ഗ്രാം പനീറാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം കുറച്ച് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അത് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പാനിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുക മീൻസ് ആ ഓയിലിൽ അത്യാവശ്യം ഓയിലുണ്ട് ഇപ്പോൾ അതിൽ. അപ്പോൾ അതിൽ കിടന്നിട്ട് ആ ഒരു സവാളേൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ 3ഉം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, നമുക്കറിയാമല്ലോ ഉള്ളി നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു കുത്തലുണ്ടാവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക തന്നെ വേണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മസാല കരിഞ്ഞു പോവാതെ നോക്കണം. പിന്നെ നിങ്ങൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്തും കരിഞ്ഞു പോകരുത്. നമുക്ക് നന്നായിട്ട് വഴറ്റി കിട്ടിയാൽ മതി. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി കുറച്ചും കൂടി എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കഷ്ണം തക്കാളി ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ജ്യൂസ് മെഷീൻ്റെ ജാറിൽ. പ്യൂരി ആക്കിയതല്ല. നമ്മൾ പ്യൂരി ആക്കുന്ന സമയത്ത് നമ്മൾ വേവിച്ചെടുക്കുമല്ലോ, അപ്പോൾ വേവിച്ചെടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ആ തക്കാളിയുടെ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് പനീറൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തത് പറയാൻ വിട്ടുപോയതാണ് സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. അത് ഇതുപോലെ കയ്യിലൊരു പിടി എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് തിരുമ്മിയിട്ടിട്ട് കൊടുത്താൽ മതി, ആ ഫ്ലേവർ അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ മസാല ഒക്കെ ഒന്ന് പനീറിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലോട്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കറിയാണിത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ള ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഈ സമയത്ത് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പം നമ്മളെല്ലാവരും ലോകം മുഴുവൻ കൊറോണ വൈറസിൻ്റെ പിന്നാലെയാണ്. നമ്മളെല്ലാവരും പാനിക് ആവേണ്ട സമയമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിച്ചണിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ബൾക്കായിട്ടൊന്നും സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കരുതി വെക്കുക. എപ്പോഴും പുറത്ത് പോയി സാധനം മേടിക്കുന്ന നമ്മുടെ ആ ഒരു ശീലം കുറച്ച് കാലത്തിന് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി സാധനങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ വാങ്ങിച്ച് എല്ലാം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് എന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചത് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കാണിക്കാം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് അരിയാണ്. അരി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുക. അപ്പോൾ ഏത് അരിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാടൊന്നും വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല. ആദ്യം തന്നെ അത് പറയുകയാണ്, ഈ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൂടിപ്പോയാൽ അത്ര മാത്രം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഒരുപാടൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അരി നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ എത്ര നേരത്തിനാണോ ചോറ് വെക്കുന്നത്, എത്ര മെമ്പേഴ്സ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വാങ്ങിച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചത് ബസ്മതി അരി, ജീരകശാല അരി, പിന്നെ പച്ചരി, പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് നുറുക്കരി അല്ലെങ്കിൽ കുറരി എന്നൊക്കെ പറയും, അതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റവയും കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പയറുവർഗ്ഗങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെയും വാങ്ങിക്കണം എന്നല്ല പറയുന്നത്. കഴിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതൊന്നും കേടുവരാതെ ഇരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് കറി വെക്കാനോ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് പരിപ്പ് വെച്ചിട്ട് കറി വെക്കാനോ അല്ലെങ്കിൽ കടല വെച്ചിട്ടൊക്കെ കറി വെക്കാനോ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അതിൽ വരുന്നതാണ് ചെറുപയർ, ഉഴുന്ന്, കടല, പിന്നെ വരുന്നത് വൻപയർ, അങ്ങനത്തെ ദാലുകൾ. അപ്പം നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ മാത്രം വാങ്ങിച്ച് വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ സവാള, പച്ചമുളക്, തക്കാളി, അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ. അപ്പോൾ തക്കാളിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ അധികം പഴുക്കാത്തത് നോക്കിയിട്ട് കുറച്ച് വാങ്ങിച്ച് വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കേടുവരില്ല. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് വാങ്ങിച്ച് വെക്കാം. പിന്നെ പച്ചമുളക് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കുക. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിൽ ഇട്ട് വെക്കുക. അപ്പോൾ മേലെയും താഴെയായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തോളം കേടുവരാതെ ഇരിക്കും. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അത് ഒരുപാട് കാലം നിൽക്കും.
പിന്നെ പച്ചക്കറികളാണ്. അപ്പോൾ നമ്മൾക്ക് ഉപ്പേരി തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു 2 ആഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികളാണ് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രിഞ്ചോൾ, ബീൻസ്, ക്യാരറ്റ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. എടുത്തു വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച വരെയൊക്കെ കേട് വരാതിരിക്കും. ഇതിന് പുറമെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് അരിപ്പൊടി, അതുപോലെ ആട്ടപ്പൊടി, മൈദ, ഇതെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അതുപോലെ പഞ്ചസാര സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വെക്കാൻ നോക്കുക. അതുപോലെ ഉപ്പ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ടീ പൗഡർ അല്ലെങ്കിൽ ടീ ബാഗാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കരുതി വെക്കാൻ നോക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് പാല്, തൈര്, മുട്ട ഇതൊക്കെ. അപ്പോൾ കുട്ടികളുള്ളവരാണെങ്കിൽ നമുക്ക് പാലൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ പാലൊക്കെ എന്ത് ആയാലും നമുക്ക് ഒരു ഡേറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് വാങ്ങി വെച്ചാൽ മതി, ഇതൊന്നും ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കേണ്ട കാര്യമില്ല. പാൽപ്പൊടി യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ലോങ് ലൈഫ് മിൽക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ബിസ്ക്കറ്റ്സ്, ചിപ്സ്, അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള കോൺഫ്ലെക്സ്, ക്യാൻഡീസ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെക്കാൻ നോക്കുക. അതുപോലെ ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബേബി ഫുഡ്സ് നിങ്ങൾ എന്താണോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അത് വാങ്ങിച്ച് വെക്കാൻ നോക്കുക. ഇതൊക്കെയാണ് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ മറന്നു പോകരുത് മറ്റുള്ളവർക്ക് വാങ്ങിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് വാഷിംഗ് പൗഡർ, ഡിഷ് വാഷർ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കരുതി വെക്കുക. പേസ്റ്റ്, അങ്ങനത്തെ സോപ്പ് ഇതെല്ലാം ഫാർമസിയിൽ അവൈലബിൾ ആണ്. ഫാർമസി ഒന്നും ക്ലോസ് ചെയ്യുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ വാങ്ങിച്ച് വെക്കുക. പിന്നെയും പറയുകയാണ്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യുക. ഒരുപാട് ബൾക്കായിട്ടൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എപ്പോഴും പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു ശീലം കുറച്ച് കാലത്തിനൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ 2 ആഴ്ചക്കൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒരുപാടൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വീണ്ടും പറയുകയാണ്. പിന്നെ അനാവശ്യമായിട്ടൊക്കെ പുറത്ത് പോകുന്നതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക, എല്ലാ പ്രിക്കോഷൻസും എടുക്കുക. അതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്